നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ. യുണൈറ്റഡ് സ്കിൽസ് അക്കാദമി നൽകുന്ന ലേൺ ഇംഗ്ലീഷ് വയ ഷോർട്ട് സ്റ്റോറീസ് എപ്പിസോഡ് 3 എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന സ്റ്റോറി ദ തേഴ്സ്റ്റി ക്രോ. നമുക്കെല്ലാവർക്കും സുപരിചിതമായ കഥയാണ്. നമുക്ക് കഥയിലേക്ക് കടക്കാം. ദ തേഴ്സ്റ്റി ക്രോ. തേഴ്സ്റ്റി എന്ന് പറഞ്ഞാൽ ദാഹമുള്ള എന്നൊക്കെയാണ് അർത്ഥം. ക്രൗ എന്ന് പറഞ്ഞാൽ കാക്ക. അപ്പം ദാഹിച്ച കാക്ക. ഈ കഥ എല്ലാവർക്കും അറിയുന്ന കഥയാണ്. നമുക്ക് ആ കഥ ഒന്ന് വായിക്കാം. ആഫ്റ്റർ ഫ്ലൈയിങ് എ ലോങ് ഡിസ്റ്റൻസ് എ തേഴ്സ്റ്റി ക്രോ വാണ്ടേഡ് ദി ഫോറസ്റ്റ് സെർച്ചിങ് ഫോർ വാട്ടർ. ആഫ്റ്റർ ഫ്ലൈയിങ് പറന്നതിന് ശേഷം, എ ലോങ് ഡിസ്റ്റൻസ് ഒരു ദീർഘമായ ദൂരം. ലോങ് എന്ന് പറഞ്ഞാൽ ദീർഘമായ, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ദൂരം. ഒരു ദീർഘ ദൂരം പറന്നതിന് ശേഷം എ തേഴ്സ്റ്റി ക്രോ, ഒരു തേഴ്സ്റ്റി ദാഹിച്ച അവശയായ ക്രോ കാക്ക വാണ്ടർ എന്ന് പറഞ്ഞാൽ അലഞ്ഞു തിരിഞ്ഞു നടന്നു. ദ ഫോറസ്റ്റ് കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞു നടന്നു. സെർച്ചിങ് ഫോർ അന്വേഷിച്ചുകൊണ്ട്, വാട്ടർ വെള്ളം അന്വേഷിച്ചുകൊണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കൂ, ഫ്ലൈ എന്ന് പറഞ്ഞു. ആഫ്റ്റർ ഫ്ലൈ എന്ന് പറഞ്ഞാൽ പറക്കുക എന്നർത്ഥം. ഫ്ലൈ എന്നതിൻ്റെ പറന്നു എന്ന് പറയാൻ ഫ്ലൂ എന്നാണ് ഉപയോഗിക്കുക. ഫ്ലൂ. അതുപോലെ തേഴ്സ്റ്റി ദാഹമുള്ള, ഫോറസ്റ്റ് കാട്, വനം എന്നൊക്കെ പറയും. ഫൈനലി ഹീ സോ എ പോട്ട് ഹാഫ് ഫിൽഡ് വിത്ത് വാട്ടർ. ഫൈനലി ഒടുവിൽ, അവസാനം. ഹീ സോ അവൻ കണ്ടു. സീ എന്ന് പറഞ്ഞാൽ കാണുക, സോ കണ്ടു. അപ്പോൾ സോ കണ്ടു, അവൻ കണ്ടു. എ പോട്ട് ഒരു കലം. പോട്ട് എന്ന് പറഞ്ഞാൽ കലം, ചട്ടി എന്നൊക്കെ അർത്ഥം, മൺപാത്രം എന്നൊക്കെ അർത്ഥമുണ്ട്. ഹാഫ് ഫിൽഡ് എന്ന് പറഞ്ഞാൽ നിറയുക എന്നൊക്കെ അർത്ഥം. നിറയുക എന്നൊക്കെ അർത്ഥമുണ്ട്. ഹാഫ് ഫിൽഡ് എന്ന് പറഞ്ഞാൽ പകുതി നിറഞ്ഞ, വിത്ത് വാട്ടർ വെള്ളം കൊണ്ട്, വെള്ളത്തിനാൽ പകുതി നിറഞ്ഞ ഒരു കലം അവൻ കണ്ടു. എന്നിട്ടോ, ഹി ട്രൈഡ് ടു ഡ്രിങ്ക് ഫ്രം ഇറ്റ് ബട്ട് ഹിസ് ബീക്ക് വാസ് ഇൻ ലോങ് ഇനഫ് ടു റീച്ച് ദ വാട്ടർ ഇൻസൈഡ്. ഹി ട്രൈഡ് അവൻ ശ്രമിച്ചു. ട്രൈ എന്ന് പറഞ്ഞാൽ ശ്രമിക്കുക. ശ്രമിച്ചു. ടു ഡ്രിങ്ക് കുടിക്കാൻ ശ്രമിച്ചു. ഫ്രം ഇറ്റ് അതിൽ നിന്ന്. ഫ്രം എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന് എന്നുള്ള അർത്ഥം. ഫ്രം ബാങ്കിൽ നിന്ന്. ഫ്രം ഹൗസ് വീട്ടിൽ നിന്ന്. ഫ്രം കമ്പ്യൂട്ടറിൽ നിന്ന്. ഫ്രം ഓഫീസിൽ നിന്ന്. അങ്ങനെയൊക്കെ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ് ഫ്രം. പക്ഷേ ഹിസ് ബീക്ക് അവൻ്റെ കൊക്ക് എന്ന് പറഞ്ഞാൽ ചുണ്ട് എന്നൊക്കെ പറയുന്ന വാക്കാണ്. കാക്കക്ക് ചുണ്ട് എന്നല്ലല്ലോ പറയാം, കൊക്ക് എന്നാണല്ലോ പറയാം. അപ്പോൾ അവൻ്റെ കൊക്ക് വാസിൻഡ് എന്ന് പറഞ്ഞാൽ വാസ് നോട്ട് എന്നർത്ഥം. ആയിരുന്നില്ല. ലോങ് ഇനഫ് വേണ്ടത്ര ലോങ് ആയിരുന്നില്ല. ഇനഫ് എന്ന് പറഞ്ഞാൽ വേണ്ടത്ര ലോങ് ആയിരുന്നില്ല, നീളമുണ്ടായിരുന്നില്ല. ടു റീച്ച് എത്താവുന്ന. റീച്ച് എന്ന് പറഞ്ഞാൽ എത്തുക, റീച്ച്ഡ് എത്തി. അപ്പോൾ എത്താവുന്ന അത്ര നീളം ഉണ്ടായിരുന്നില്ല. ദ വാട്ടറിലേക്ക് എത്താവുന്നത്ര ദൂരം, ലോങ് ഉണ്ടായിരുന്നില്ല. ഇൻസൈഡ് അകത്തുള്ള. He then saw pebbles on the ground and one by one he put them in the pot until the water rose to the brim. അവൻ, ഈ കാക്ക. എന്ന് പറഞ്ഞാൽ അപ്പോൾ, പിന്നീട്, ശേഷം എന്നൊക്കെ അർത്ഥമുണ്ട്. ഇവിടെ അപ്പോൾ എന്നാണ് അർത്ഥം. സോ കണ്ടു. സോ ആ സോ ആണ്. പെബിൾസ് കണ്ടു. പെബിൾ എന്ന് പറഞ്ഞാൽ ചരൽക്കല്ലുകൾ എന്നർത്ഥം. ഇവിടെ കണ്ടില്ലേ, കുറേ ചരൽക്കല്ലുകൾ കണ്ടില്ലേ. ഓൺ ദി ഗ്രൗണ്ട് നിലത്ത്. ഓൺ ദി ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ നിലത്ത്. ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ നിലം എന്നാണ് അർത്ഥം. ആൻഡ് എന്നിട്ട് വൺ ബൈ വൺ ഓരോന്നായിട്ട് ഹീ പുട്ട് ദം അവയെ അവൻ ഇട്ടു. പുട്ട് ഇടുക. ദം അവയെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചരൽക്കല്ലുകളെ. ഇൻ ദി പോട്ടിൽ. അണ്ടിൽ എന്ന് പറഞ്ഞാൽ വരെ എന്നർത്ഥം. അണ്ടിൽ ദ വാട്ടർ റോസ് വെള്ളം ഉയർന്നു വരുന്നത് വരെ. ടു ദി ബ്രിമ്മിലേക്ക്. ബ്രിം എന്ന് പറഞ്ഞാൽ വക്കിലേക്ക്. ഇപ്പോൾ ഇവിടെ റോസ് എന്നുള്ള പദം നോക്കൂ. റൈസ് എന്നുള്ള പദത്തിൻ്റെ പാസ്റ്റ് ഫോമാണ്. റൈസ് ഉയരുക, റോസ് ഉയർന്നു. ബ്രിം എന്ന് പറഞ്ഞാൽ വക്ക്, അതിൻ്റെ വക്കത്തേക്ക് അത് ഉയർന്നു വരുന്നത് വരെ. ഈ റോസ് ആ പദം പ്രത്യേകം പഠിക്കാം. എന്നിട്ട് ദ ക്രൗ ദെൻ ഹേസ്റ്റ്ലി ഡ്രാങ്ക് ഫ്രം ഇറ്റ് ആൻഡ് ക്വെഞ്ച്ഡ് ഹിസ് തേഴ്സ്റ്റ്. ദ ക്രോ കാക്ക, ദെൻ അപ്പോൾ, ആ സമയത്ത് എന്നൊക്കെ അർത്ഥം. ഹേസ്റ്റ്ലി തിടുക്കത്തിൽ, ധൃതിയിൽ, ചടുതിയിൽ എന്നൊക്കെ അർത്ഥം. ഡ്രാങ്ക് ഫ്രം ഇറ്റ് അതിൽ നിന്നും കുടിച്ചു. ഡ്രാങ്ക്.
ആൻഡ് ക്വെഞ്ച്ഡ്, പിന്നെയോ വേറെയും കാര്യങ്ങളുണ്ട്. ആൻഡ് ക്വെഞ്ച്ഡ്, അവൻ ശമിപ്പിച്ചു. ഹിസ് തേഴ്സ്റ്റ്, അവൻ്റെ ദാഹം. തേഴ്സ്റ്റ് എന്ന് പറഞ്ഞാൽ ദാഹം, തേഴ്സ്റ്റി എന്ന് പറഞ്ഞാൽ ദാഹമുള്ള എന്നർത്ഥം. അപ്പോൾ കഥ ഇവിടെ അവസാനിച്ചു. ഈ കഥയുടെ ഒരു ഗുണപാഠമാണ് പറയുന്നത്, മോറൽ ഓഫ് ദി സ്റ്റോറി. ഈ കഥയുടെ ഗുണപാഠം, ഇഫ് ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ. ഒരു മനക്കരുത്തുണ്ടെങ്കിൽ ദർ ഈസ് എ വേ, അവിടെ ഒരു വഴിയുണ്ട്. ഇഫ് ദർ ഈസ് ഉണ്ടെങ്കിൽ, എ വിൽ ഒരു മനക്കരുത്തുണ്ടെങ്കിൽ, ദർ ഈസ് എ വേ, അവിടെ ഒരു വഴിയുണ്ട്. എവരി പ്രോബ്ലം ഹാസ് എ സൊല്യൂഷൻ. എവരി പ്രോബ്ലം, ഓരോ പ്രശ്നത്തിനും ഹാസ് ഉണ്ട് എ സൊല്യൂഷൻ, ഒരു പരിഹാരമുണ്ട്. ഇഫ് വി ലുക്ക് ഹാർഡ്, നമ്മൾ തീക്ഷ്ണമായി നോക്കുകയാണെങ്കിൽ. ആൻഡ് ഡോണ്ട് ഗിവ് അപ്പ്, നമ്മൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ. ഈഫ് എന്ന് പറഞ്ഞാൽ ആണെങ്കിൽ എന്നർത്ഥം. ഇഫ് യു ഗോ, നീ പോവുകയാണെങ്കിൽ. ഇഫ് ഐ കം, ഞാൻ വരികയാണെങ്കിൽ. ഇഫ് ഷീ ഡ്രിങ്ക്സ്, അവൾ കുടിക്കുകയാണെങ്കിൽ. ഇഫ് ഐ റൺ, ഞാൻ ഓടുകയാണെങ്കിൽ. ഇഫ് ഹീ കംസ്, അവൻ വരികയാണെങ്കിൽ. ഇഫ് ഹീ ടൈപ്സ്, അവൻ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ. അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മുടെ ഈ സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. ഇനി പുതിയൊരു സ്റ്റോറിയുമായി നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. താങ്ക് യു.